ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത് ഒരു അടിപൊളി മഷ്റൂം ബിരിയാണിയാണ് കേട്ടോ. അതിന് വേണ്ടി ഞാൻ എല്ലാ സാധനങ്ങളും ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതെന്താണെന്ന് ഇപ്പോൾ നോക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് വേണ്ടത് മഷ്റൂമാണ് കേട്ടോ. നല്ല സൂപ്പർ ക്വാളിറ്റി മഷ്റൂം വാങ്ങിക്കോളാം കേട്ടോ. വീട്ടിൽ നിന്നും തോട്ടത്തൊന്നും കിട്ടിയത് വെച്ചിട്ട് ബിരിയാണി ഉണ്ടാക്കിയിട്ട് ലൂസ് മോഷൻ വന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നല്ല പ്രോഡക്റ്റ് തന്നെ വാങ്ങി ബിരിയാണി ഉണ്ടാക്കിയോളാം. അപ്പോൾ സൂപ്പറാണ്. പിന്നെ വേണ്ടത് അറിയില്ലോ, നല്ല തരം അരി, കൈമറസ, ജീരകച്ചാല, ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. മറ്റേത് അത്ര രസം ഉണ്ടാവില്ല കേട്ടോ. ബാസുമതി എടുത്ത് അത്ര രസം ഉണ്ടാവില്ല. ബാസുമതി ഫ്രൈഡ് റൈസിന് മാത്രം കാണാൻ ഭംഗിയുണ്ടാവും. ടേസ്റ്റ് ഇതാണ് കേട്ടോ മക്കളെ. ഞാൻ എല്ലാത്തിലും 30-35 വർഷത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയുകയാണ്. എൻ്റെ കുക്കിംഗ് തുടങ്ങിയിട്ട് 35 വർഷമായി. അന്നത്തെ അത്രയും എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് പറയാണ്, ആ അരിയേക്കാളും ഇതാണ് ടേസ്റ്റ്. പിന്നെ വേണ്ടത് സവാള നൈസായിരുന്നത്, പകുതി നമ്മൾ വറുത്ത് കോരി വയ്ക്കാനും പകുതി ബിരിയാണിയിലിടാനും. പിന്നെ വേണ്ടത് അണ്ടിപ്പരിപ്പ്, പിന്നെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, പട്ട, ഗ്രാമ്പു. ഇത് ഞാൻ പൊടിച്ചിട്ടാണ് കേട്ടോ. ഞാൻ ചൂടാക്കി വെച്ചിട്ട് പൊടിക്കാൻ പോവാണ്. പിന്നെ തക്കാളി, പിന്നെ മല്ലി, പുതിന. ബിരിയാണി വയ്ക്കണം സെയിം തന്നെ. ഓക്കെ, അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ പണി. ഇപ്പം ഞാൻ ഇതിലേക്ക് കുറച്ച് റൈസ് ബ്രാൻഡ് ഓയിലാണ് ഒഴിച്ചത് കേട്ടോ. ഇത് ഹെൽത്തിന് നല്ലതാണെന്ന് പറഞ്ഞത് കൊണ്ട് ഇപ്പം ഞാനിത് ഉപയോഗിക്കണേ. വെളിച്ചെണ്ണ ഉപയോഗിക്കും കേട്ടോ, ചില പകുതി വെളിച്ചെണ്ണ. പിന്നെ അതിൻ്റെ ഒപ്പം നമ്മൾ ഒരു 4 സ്പൂണ് നെയ്യ് ഒഴിക്കും. അപ്പോൾ ബിരിയാണിയുടെ മണവും ടേസ്റ്റൊക്കെ നന്നായി വരുള്ളൂ. ഇത് ചൂടാകുമ്പോൾ ആദ്യം നമുക്ക് അണ്ടിപ്പരിപ്പും സവാളയും മഷ്റൂമും ഒക്കെ വറുത്ത് വയ്ക്കണം. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് കാണാം കേട്ടോ. ചൂടായിട്ടുണ്ട് കേട്ടോ, ഇത്ര ചൂടായാൽ മതി. ഇപ്പം നമുക്ക് ആദ്യം അണ്ടിപ്പരിപ്പ് വറുത്തെടുക്കാം. വറുത്ത് കോരി മാറ്റി വയ്ക്കാമല്ലോ, മേലെ ഗാർണിഷ് ചെയ്യാനായിട്ടാണ്. അപ്പോൾ അണ്ടിപ്പരിപ്പ് മുരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. അണ്ടിപ്പരിപ്പൊക്കെ കുറച്ചിട്ടാൽ ഇത് മഷ്റൂം ബിരിയാണി അല്ല, ഇറച്ചിയൊന്നുമില്ലല്ലോ. അണ്ടിപ്പരിപ്പൊക്കെ കുറച്ചിട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഓരോ വായിലും ഓരോ അണ്ടിപ്പരിപ്പ് കിട്ടും. ഇപ്പോൾ അണ്ടിപ്പരിപ്പൊക്കെ നല്ല വറവായിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഈ സവാളയിൽ നിന്ന് കുറച്ചിടാം. ഇത് ലാസ്റ്റ് മേലിടാനായിട്ടാണ് കേട്ടോ. നല്ല മൊരിഞ്ഞിട്ട് സബോള ഇട്ട് കഴിഞ്ഞാൽ കടിക്കുമ്പോൾ നല്ല രസം കിട്ടും. ഇപ്പോൾ നമ്മൾ സബോളയൊക്കെ നല്ല വറുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഈ എണ്ണയിൽ തന്നെ നമുക്ക് ഈ മഷ്റൂം ഒന്ന് വറുത്ത് വയ്ക്കാം. അതിന് മുമ്പ് കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് കറി മസാല, കുറച്ച് ഉപ്പ്, ഒന്ന് കുറച്ച് ഇതിട്ടിട്ട് വറുത്ത് വയ്ക്കാം കേട്ടോ. വറുത്ത് കോരി വയ്ക്കാം. അല്ലെങ്കിൽ ബിരിയാണി വെന്ത് മുന്നേ ഇടുമ്പോഴേ, അതിൻ്റെ കൂടെ ഇടുമ്പോഴേ ഒന്നും കിട്ടില്ല, കടിക്കാൻ കിട്ടില്ല. ഇതിങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. ഇത് മുന്നേ പുരട്ടിയൊന്നും വയ്ക്കണ്ട കേട്ടോ, ഇതൊന്ന് വെള്ളം ഇറങ്ങും. ഇത് കഴുകാനും കൂടിയും പാടില്ല, ഫ്രഷായിട്ട് ഉണ്ടാക്കണം കേട്ടോ. മുന്നേ ഇത് കഴുകി ഇതായി വെച്ചാൽ ഇതിങ്ങനെ ഇറച്ചിമാരി കിട്ടില്ല. പിന്നെ അതിൽ സാധനങ്ങൾ കോൺഫ്ലവറൊക്കെ ചേർക്കേണ്ടി വരും. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ശരിയുള്ളത് കിട്ടില്ല. അപ്പോൾ നമ്മളിത് വറുക്കാൻ പോവാണ്. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വറുക്കാം കേട്ടോ. പകുതി പെട്ടെന്ന് ആവട്ടത്, പെട്ടെന്ന് വറുത്ത് കിട്ടുള്ളൂ. ഒന്നും തൊടണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്ന് പതുക്കെ തിരിച്ചിടാം. ഇപ്പം ഇത് ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് കോരാം. ഇട്ടതിൻ്റെ പകുതി നമ്മൾ ഇതിടുമ്പോൾ ഈ
പാത്രം നിറയുണ്ടായിരുന്നു, കാൽ ഭാഗമായി. കുഴപ്പമില്ല, നമ്മൾ 2 പേരുള്ള, നമ്മൾ അണ്ടിപ്പരിപ്പും മുട്ടയൊക്കെ ഉണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. നല്ല മണമാണ്. പക്ഷെ വെള്ളം ഒഴിച്ച് കഴുകിയൊക്കെ അല്ല, ഫ്രഷായിട്ട് ഉണ്ടാക്കിക്കോളാം. ഡേറ്റ് നോക്കി വാങ്ങണം കേട്ടോ അത്. നമുക്ക് ഈ എണ്ണയിൽ തന്നെ ബിരിയാണിക്ക് വേണ്ട സബോള വറുക്കാം കേട്ടോ. കുറച്ച് സബോള വറുത്തിട്ട് ഇത് മൊരിഞ്ഞിട്ട് ഞാൻ അടുത്തത് ഓരോന്നും ഇടുള്ളൂട്ടോ ഞാൻ. അപ്പോൾ നല്ല ടേസ്റ്റായിരിക്കും ബിരിയാണിക്ക്. വേറെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഒന്നും ഇടില്ല കേട്ടോ ഈ ബിരിയാണിയിൽ. പച്ചമുളകും കുരുമുളകും മാത്രം എരിവിന്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയിലൊക്കെ ഉണ്ടല്ലോ എരിവ്, ആ ഒരു ഫ്ലേവർ മാത്രം മതി. മുളക് പൊടി ഒന്നും ഇട്ടേക്കല്ലേ, പിന്നെ ഭംഗി പോവും, ടേസ്റ്റ് പോവും. ഇതിങ്ങനെ കഴിക്കാനേ സൂപ്പറാണ്ട്. നല്ല ഇറച്ചിയേക്കാൾ സൂപ്പറാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇഞ്ചി വെളുത്തുള്ളി മസാലപ്പൊടി ഉപ്പ് മാത്രം വെച്ച് സെയിം ഇറച്ചി റോസ്റ്റ് ചെയ്ത് തിന്നണം മാതിരിയുണ്ട്. ചേട്ടന് ഇത് തിന്നണത് ഇഷ്ടം. അണ്ടിപ്പരിപ്പ് സവാള വറുത്ത് വെച്ചാൽ പകുതി ചേട്ടൻ വന്നാൽ കഴിയും. ഭയങ്കര ഇഷ്ടമാണ്. ഇത് വെറുതെ ചോറിലിട്ടിട്ട് കുറച്ച് ചോറ് ബസ്മതി റൈസ് ബസ്മതി അല്ല, ജീരകച്ചാല ഉപ്പിട്ട് വേവിച്ചിട്ട് ഇതും അണ്ടിപ്പരിപ്പ് ഇട്ട് താളിച്ച് കൊടുത്താൽ മതി. മസാല ഒന്നും ഇല്ലെങ്കിൽ ഇഷ്ടം. പിന്നെ നമ്മുടെ വീട്ടിൽ പുതിനയുണ്ട്, അത് മാത്രം 1-2 ഇട്ടാൽ മതി. ഭയങ്കര ഇഷ്ടം അങ്ങനത്തെ റൈസ്. ഇപ്പോൾ ഇതിവിടെ ഒരുവിധം വഴഞ്ഞ വന്നിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇടാം. ഇത് വഴഞ്ഞ ശേഷം മല്ലി, പുതിന, പച്ചമുളക് ഒക്കെ ഒന്ന് ക്രഷ് ചെയ്തിടാം. ഇതൊന്ന് പച്ചമണം പോട്ടെ. മണം ഇപ്പം ഇത് നല്ല വഴഞ്ഞ വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പം നമുക്ക് പച്ചമുളക്, മല്ലി, പുതിന ക്രഷ് ചെയ്തിടാം. ക്രഷ് ചെയ്തില്ലെങ്കിൽ എല്ലാവരും എടുത്ത് കളയും. ഇതാവുമ്പോൾ നമുക്ക് ഈ പാത്രത്തിൽ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അരച്ചിട്ട് ഒട്ടി ഇതൊക്കെ അങ്ങോട്ട് വരും. ഈ പുതിനയ്ക്ക് അങ്ങനെ ഒരു ഗുണമുണ്ട്, ഒരു ടിപ്പാണ് കേട്ടോ. കുക്കറിൽ ഒട്ടിപ്പിടിച്ചതെല്ലാം ഈ പുതിന അങ്ങനെ ഇട്ടിട്ട് ഇളക്കി കഴിഞ്ഞാൽ ഒന്നുമില്ലാണ്ട് വരും. കഴുകിയേക്കാൾ സൂപ്പറായിട്ടുണ്ടാവും. ടേസ്റ്റും നമുക്ക് കൂടുതൽ കിട്ടും. എല്ലാ ഫ്ലേവറും എല്ലായിടത്തിലും ഒരേമാതിരി ഇറങ്ങിയിട്ട് കണ്ട. അത് ഒട്ടിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു ഇത്ര നേരം. പുതിന ഇട്ടപ്പോൾ കണ്ട, പുതിന ഇട്ടപ്പോൾ എല്ലാം വരണ കണ്ട. ഒട്ടിപ്പിടിച്ചതെല്ലാം വെറുതെ ഇങ്ങോട്ട് വരും. വെളുത്തുള്ളി ഒട്ടിപ്പിടിച്ചതാണ്. പുതിന ഇട്ട ഉടനെ നമുക്കെല്ലാം വരും. പിന്നെ നമ്മൾ പൊടികൾ ഒന്നുമേ ചേർക്കണില്ല. കുരുമുളക് ഇട്ട് പൊടിച്ച മസാല, കറി മസാല പൊടി മാത്രം നമ്മൾ വീട്ടിലരച്ചത്, അത് മാത്രമാണ് നമ്മൾ ചേർക്കണുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് പച്ചമണമൊക്കെ പോയിട്ടുണ്ട്. നമ്മൾ തക്കാളി ഇടുക കേട്ടോ. അരി നല്ല അരിയാണെങ്കിൽ നിങ്ങൾക്ക് ബിരിയാണി ഉണ്ടല്ലോ സൂപ്പറാണ് വരും. നല്ല അരി മണം. വെറുതെ കഴുകി വെച്ചിട്ടുള്ള, ഞാൻ കുതിർത്തില്ല കേട്ടോ. കുതിർത്തി കഴിഞ്ഞാൽ ആകെ കുഴഞ്ഞ് ഇതാവും. കുതിർത്തുന്നത് എന്തിനാണെന്ന് വെച്ചാലേ ചോറ് നിറയെ ഡബിളായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ്. നമ്മളിത് വീട്ടിലേക്കെല്ലാം ഉണ്ടാക്കണത്. ഇപ്പോൾ ഡബിളാണ് കണ്ട തന്നെ നമ്മളെന്തായാലും കുറച്ചേ കഴിക്കാൻ പോകണുള്ളൂ. 4 കപ്പ് അരിയാണ്. ഇത് കഴുകി വെച്ചിട്ടുണ്ട്. ഇതിലുള്ള വെള്ളം അബ്സർവ് ചെയ്യണത് മാത്രമാണ് കുതിരാൻ ഉപയോഗിക്കുന്നത്. ഉപ്പിട്ടു, കറി മസാല ഇട്ടു. വീഡിയോ ഓൺ ചെയ്യാൻ മറന്നു. അപ്പോൾ അത് നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ. കുറച്ച് ഉപ്പിട്ടു, കുറച്ച് കറി മസാല ഇട്ടു. ഇതായി കഴിഞ്ഞാൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വെള്ളം തിളയ്ക്കുമ്പോൾ നമുക്ക് അരി വാരിയിടാം. 4 ഗ്ലാസ്സിന് ഒരു 6-7 ഗ്ലാസ് വെള്ളം. അതേ ഗ്ലാസ്സിൽ, അരിയെടുത്ത ഗ്ലാസ്സിൽ 6-7 ഗ്ലാസ് വെള്ളം ഒഴിക്കുക.
ഇപ്പോൾ നമ്മുടെ അരി അല്ല വെള്ളം നല്ല തിളക്കിൻ്റെ കേട്ടോ. അപ്പോൾ നമുക്ക് അരി ഇടാം. ഇപ്പോൾ ഇതൊന്ന് ഇളക്കിയിട്ടേ ഉപ്പും ടേസ്റ്റൊക്കെ ഒന്ന് നോക്കാം. ഉപ്പ് കുറവുണ്ടെങ്കിൽ ഇടാം. പക്ഷെ ഇതിലുണ്ട് കറക്റ്റായിരിക്കും കേട്ടോ ഞാൻ ഇട്ടത്. പിന്നെ നെയ്യിൻ്റെ ടേസ്റ്റ് കുറവുണ്ടെങ്കിൽ തുള്ളി നെയ്യ് ഒഴിക്കാം. ലെമൺ ഉണ്ടെങ്കിൽ ലെമൺ ഒഴിക്കാം. ഒട്ടിപ്പിടിക്കാണ്ടിരിക്കും. എൻ്റെ കയ്യിൽ ലെമൺ ഇല്ല, അതുകൊണ്ട് ഞാൻ എന്നാലും ഒട്ടിയൊന്നും പിടിക്കില്ല. സോഫ്റ്റ്നെസ് കിട്ടാൻ തുള്ളി നെയ്യ് ഒഴിക്കും. തുള്ളി നെയ്യ്. അപ്പോൾ നമുക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ചേട്ടന് ഇങ്ങനെ സോഫ്റ്റായ ബിരിയാണി ഇഷ്ടം. ചേട്ടന് കടിക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഇനി വേഗം അടയ്ക്കാം. ഒരു വിസിൽ വന്നാൽ മതി കേട്ടോ. അപ്പോൾ ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് തുറന്നിട്ട് ഇതൊക്കെ ഇട്ടിട്ട് കുറച്ച് നേരം മൂടി വയ്ക്കാം. ലെമൺ ഇല്ലാത്തതുകൊണ്ട് ഒരു തുള്ളി തൈര് ഒഴിക്കുന്നുണ്ട് ഞാൻ കേട്ടോ, ഒരു സ്പൂണ്. അപ്പോൾ നമ്മുടെ ബിരിയാണി ഒരു വിസിലടിച്ച് ഇപ്പോൾ ഞാൻ ഓഫ് ചെയ്യാൻ പോവാണ്. ഓഫ് ചെയ്ത് ഇനി കുറച്ച് കഴിഞ്ഞിട്ട് തുറന്നിട്ട് അതിൽ ഈ മഷ്റൂമൊക്കെ ഇടും. നിങ്ങൾക്കറിയും മക്കളെ ഈ മഷ്റൂമിൻ്റെ ഗുണങ്ങൾ ഞാൻ പറഞ്ഞു തരാം കേട്ടോ. പോഷക ഗുണങ്ങളാൽ സമ്പന്നമായ കൂൺ, പ്രോട്ടീൻ, നാരുകൾ, വിറ്റാമിൻ ഡി, വിറ്റാമിൻ ബി, പൊട്ടാസ്യം എന്നിവയുടെ മികച്ച ഉറവിടമാണ്. ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുന്ന ലോ കലോറി ഭക്ഷണമായ ഇത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താനും രക്തക്കുഴലിലെ പഞ്ചസാര നിയന്ത്രിക്കാനും ഗുണകരമാണ്. കൂണിൻ്റെ പ്രധാന ആരോഗ്യ ഗുണങ്ങൾ: രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു. കൂണിൽ അടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റുകൾ, ബീറ്റാ ഗ്ലൂക്കൻസ് എന്നിവ ശരീരത്തിൽ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കും. ഇത്രയും ഗുണങ്ങളുള്ള കൂണ് പക്ഷെ ഒത്തിരി വില കൂടുക. പക്ഷേ ഇറച്ചിന് മീൻ നോക്കുമ്പോൾ അത്രയ്ക്കില്ലല്ലോ. അപ്പോൾ ഇതെല്ലാവരും ഇത് ഡെയിലി കഴിക്കണത്, പതിവായി കഴിക്കണത് ശരീരത്തിന് അത്രയധികം നല്ലതാണെന്നാണ് പറയുന്നത്. പ്രതിരോധ പ്രവർത്തനം വർദ്ധിപ്പിക്കുക, പിന്തുണ ഹൃദയ ആരോഗ്യം, വൈജ്ഞാനിക പ്രകടനം മെച്ചപ്പെടുത്തുക, ക്യാൻസർ സാധ്യത കുറയ്ക്കുക, കുടലിൻ്റെ ആരോഗ്യം പ്രോത്സാഹിപ്പിക്കുക. പിന്നെ ഫാറ്റി ലിവർ ഉള്ളവർക്കും കഴിക്കാം, വെയിറ്റ് കുറയ്ക്കും. കുറേ ഉണ്ട്, ഇത് പറഞ്ഞാൽ ഇതാവില്ല. പ്രമേഹത്തിനെ നിയന്ത്രിക്കും, ഹൃദയരോഗത്തിലുള്ളവരെ കൺട്രോൾ ചെയ്യും, ക്യാൻസറിനെ വരാമെ തടയും. അങ്ങനെ ഒത്തിരി ഇത് പറഞ്ഞത് വീഡിയോ നിർത്താൻ പറ്റില്ല. അത്രയധികം ഗുണങ്ങളുണ്ട് ഈ കൂണിന്. അപ്പോൾ എല്ലാവരും ഇത് കിട്ടുമ്പോൾ നല്ല ഫ്രഷായി കിട്ടുമ്പോൾ കണ്ണടയ്ക്കാതെ വാങ്ങി കഴിക്കുക, ഉണ്ടാക്കി കഴിക്കുക. ഇതുമാതിരി ഞാൻ വറുത്തമാതിരി വറുക്കുകയാണെങ്കിൽ ഭയങ്കര ടേസ്റ്റായിട്ടാണ്. നമുക്കിപ്പോൾ കഞ്ഞി കുടിക്കാനോ ചോറ് തിന്നാനോ സൈഡ് ഡിഷായിട്ടോ ഒക്കെ ഇതിങ്ങനെ ഉപയോഗിക്കാം കേട്ടോ. ഒരു രസമോ മോരോ എന്തെങ്കിലും ഒരു കറി ഉണ്ടെങ്കിൽ ഇത് മാത്രം മതി. അത്രയും നല്ല ടേസ്റ്റാണ്. ഞാനതിങ്ങനെ ഉപയോഗിക്കാറുണ്ട് കേട്ടോ. അത്ര നല്ലതാണ്. ഇപ്പോൾ ബിരിയാണി ഉണ്ടാക്കണം എന്നൊരാഗ്രഹം. ഞാൻ കാണിച്ചിട്ടില്ല ഇതുവരെയ്ക്കും വീഡിയോയിൽ. മഷ്റൂം ബിരിയാണി ഉണ്ടാക്കി കാണിച്ചിട്ടില്ല. ഞാനിത് ചേട്ടന് കഴിക്കാൻ കൊടുത്തു. ചേട്ടന് ഭയങ്കര ഇഷ്ടമായി. ഇതിപ്പോൾ കുറച്ച് കുറവായിട്ട് ഇപ്പോൾ ഇതിൽ. അപ്പോൾ ഞാനിനി ഇതിൻ്റെ ഗ്യാസ് പോയിട്ട് ബാക്കി കാണിക്കാം കേട്ടോ. പിന്നെ വേറൊരു ഗുണമുള്ളത് എന്താ വെച്ചാൽ വെജിറ്റേറിയൻകാർക്ക് ഭയങ്കര ഉപയോഗമുള്ള വിറ്റാമിൻസ് ഇതിലുണ്ട്. ഇറച്ചി മീനും കഴിക്കാത്തവർക്ക് അതൊന്നും കിട്ടില്ല. പക്ഷേ ഇറച്ചി മീനിലുള്ള ഗുണങ്ങളൊക്കെ ഇതിലുണ്ട്. എല്ലുകളുടെയും പേശികളുടെയും ആരോഗ്യം. സസ്യേതര ഭക്ഷണങ്ങളിൽ അപൂർവമായി ലഭിക്കുന്ന വിറ്റാമിൻ ഡിയുടെ മികച്ച ഉറവിടമാണ് കൂണ്. മനസ്സിലായ? വിറ്റാമിൻ ഡി കിട്ടാൻ ഇപ്പോൾ നമ്മൾ ഇറച്ചി ഇതൊക്കെ കഴിക്കണതിൽ കിട്ടും. പക്ഷേ ഇത് സസ്യബുക്കുകൾ വെജിറ്റേറിയൻകാർക്ക് എങ്ങനെ കിട്ടും? അവർക്ക് ഈ കൂണ് കഴിച്ചാൽ ധാരാളം കിട്ടും. ഇത് എന്താ പറയുക, വെജിറ്റേറിയനിൽ പെട്ട ഒരു ഫുഡാണ്. അതുകൊണ്ട് അവർക്ക് വെജിറ്റേറിയൻകാർക്ക് ധാരാളമായി ഇത് കഴിക്കാം. ഇത് കാൽഷ്യം ആഗിരണം ചെയ്യാൻ സഹായിക്കുന്നു, ശരീരഭാരം കുറയ്ക്കുന്നു. കൊഴുപ്പും കലോറിയും വളരെ കുറവായതിനാൽ ഡയറ്റ് ചെയ്യുന്നവർക്ക് കൂൺ മികച്ച ഭക്ഷണമാണ്. ഹൃദയാരോഗ്യം, നാരുകൾ, പൊട്ടാസ്യം, വിറ്റാമിൻ സി എന്നിവ ഹൃദയത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനും കൊളസ്ട്രോൾ കുറയ്ക്കാനും സഹായിക്കുന്നു. പ്രമേഹ നിയന്ത്രണം, പിന്നെ
കുറഞ്ഞ കാർബോഹൈഡ്രേറ്റ് ഉള്ളതിനാൽ പ്രമേഹ രോഗികൾക്ക് കൂൺ സുരക്ഷിതമായി കഴിക്കാം. പിന്നെ അടുത്തത് കോൺസ്റ്റിപ്പേഷൻകാർക്ക് ദഹനം മെച്ചപ്പെടുത്തുന്നു. കൂണിലെ ഉയർന്ന നാരുകൾ ദഹന പ്രക്രിയ സുഗമമാക്കുന്നു. എന്തൊക്കെ ഗുണങ്ങളാന്ന് നോക്കിയേ ഈ കൂണിൽ. അപ്പോൾ ഇത്രയും ഗുണങ്ങളുള്ളത് കൂണ് നമ്മൾ കഴിക്കണോ വേണ്ടേ? നിങ്ങൾ തന്നെ തീരുമാനിക്കുക, നിങ്ങൾ തന്നെ വാങ്ങുക, കഴിക്കുക. എന്താണെങ്കിൽ നിങ്ങളുടെ ലാസ്റ്റ് ഡിസിഷൻ നിങ്ങളുടെ കയ്യിൽ. ഇപ്പം നമ്മുടെ ബിരിയാണി ഗ്യാസൊക്കെ പോയി ഞാൻ തുറന്നു. ഇനിയിപ്പം നമുക്ക് ഈ കൂൺ അങ്ങോട്ട് ഇട്ടിട്ട് അത് കുറച്ച് നേരം കൂടി മൂടി വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതൊക്കെ ഗാർണിഷ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിൽ ഗാർണിഷ് ചെയ്യാനൊന്നുമില്ല. ഈ ഉള്ളി ഇതിടാനുള്ള മല്ലിയിലയും എല്ലാം നമ്മൾ ഇട്ടതാണല്ലോ. നല്ല ടേസ്റ്റായിരിക്കും. ഇത് ഇങ്ങനെ ഇറച്ചി കഴിക്കണോണം നമ്മൾ മട്ടൻ ബിരിയാണി ഉണ്ടാക്കിയതിൻ്റെ അതിനേക്കാളും ടേസ്റ്റാട്ടാ. ഗുണങ്ങളോ അതിനേക്കാളും ഗുണങ്ങളോ. കൊഴുപ്പില്ലാത്ത സാധനം, തീരെ കൊഴുപ്പില്ലാത്ത സാധനം. ഇതൊന്നും കൂടി നമുക്ക് മൂടി വെച്ചിട്ട് മറ്റേതിടാം കേട്ടോ. സബോള അണ്ടിപ്പരിപ്പിടാം. അപ്പോൾ നമ്മുടെ ബിരിയാണിയൊക്കെ ശരിയായിട്ടുണ്ട്. നമുക്ക് ഉരുളിയിലേക്ക് കൊട്ടാം കേട്ടോ. കണ്ട ഒരു ചോറ് മൊട്ടാണ്ട വന്നിരിക്കണം. കണ്ട ബിരിയാണി വെള്ളമൊക്കെ കറക്റ്റാണ് വെച്ചാൽ മതി. ലെമൺ കൂടെ ഒഴിച്ചിട്ടില്ല ഞാൻ. ലെമൺ ഉണ്ടായിരുന്നില്ല. തുള്ളി തൈര് ഒഴിച്ചത്, ഒരു സ്പൂണ് തൈര്. ഒരു ചോറ് കൂടെ നമുക്ക് ഒട്ടിപ്പിടിക്കുകയോ കുഴഞ്ഞു പോവുകയോ ഒന്നുമില്ല. അത്ര പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊക്കെ കുറച്ച് സവോള മൊരിയിച്ചതിടാം. മല്ലി പുതിനയുടെ ആവശ്യമില്ല. വീണ്ടും പറയണു, മല്ലി പുതിന ഒന്നും ഇടണ്ട. കുറച്ച് അണ്ടിപ്പരിപ്പ് വിതറാം. കഴിക്കുമ്പോൾ അതിലേക്ക് എടുത്താൽ അത് കിട്ടും. അടിപൊളി ബിരിയാണിയാണ്. വേണമെങ്കിൽ ഒരു മിനിറ്റ് മൂടി വയ്ക്കാം. ഇതുണ്ടാക്കിയിട്ട് കഴിച്ച് നോക്കിയിട്ട് എന്നോട് വിവരം പറയണം കേട്ടോ. അപ്പോൾ നമുക്ക് കഴിക്കാൻ എടുക്കാം കേട്ടോ. ഒന്ന് വഴറ്റി വീണു. ചെരുപ്പ് വഴക്കിയിട്ട് വെള്ളം പോയിട്ടുണ്ടായിരുന്നു. നല്ല പിന്നാമ്പുറം നല്ല വീണു. എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ടായി. ഇപ്പം തന്നെ ഉണ്ടായത്. ചേട്ടൻ തിരക്കായിട്ട് ചോറിന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ബിരിയാണി. ഞാൻ അങ്ങോട്ട് വെച്ചിട്ട് കാണിക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ ഞാനുണ്ടാക്കിയ അടിപൊളി മഷ്റൂം ബിരിയാണി. ഇത് കണ്ടിട്ട് ഇതേമാതിരി ഉണ്ടാക്കിയിട്ട് നിങ്ങൾ വിവരം പറയണം കേട്ടോ. വിയർത്ത് ഒഴുകി അതിൻ്റെ അടിയിലൊന്ന് വീഴും ചെയ്തു ബാക്ക് തിന്നിട്ട്. അപ്പോൾ ഓക്കെ ട്ടാ, ബായ്. ഇനി കഴിക്കണം, ഷോട്ട് എടുക്കണം, കുറേ പണികളുണ്ട്. അപ്പോൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ടാണ് അത് ചെയ്യുന്നതെന്ന് നിങ്ങൾ ഓർത്തിട്ട് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്തോളാം കേട്ടോ. ഓക്കെ ബായ്.